2025 റിലീസ് ചെയ്ത ഒരു തായ്ലൻഡ് ഹൊറർ ആക്ഷൻ സോംബി മൂവിയാണ് സിയാം. സോംബി മൂവികൾ പല വിധമാണല്ലേ. സോംബികൾ പിടിക്കാൻ വരുന്നു, ജീവനം കൊണ്ട് ഓടുന്നു, ക്ലൈമാക്സ് ആകുമ്പോൾ മിക്ക ആൾക്കാരും മരിക്കുന്നു. എന്നാൽ ആ മൂവികളിലെ നായകന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ മൂവിയിലെ നായകൻ ഒരു ബോക്സറാണ്. ഹോസ്പിറ്റലിനുള്ളിൽ പെട്ടുപോയ തന്റെ കാമുകിയെ രക്ഷിക്കാൻ വേണ്ടി സോംബികളുടെ മുന്നിലേക്ക് ചെന്ന് കയറുന്നവൻ. പക്ഷേ പെട്ടുപോയത് സോംബികളാണേ. അമ്മാതിരി ഇടിയായിരുന്നു. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ കാലാവസ്ഥയിലുണ്ടായ മാറ്റം കാരണം നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൂമിയാണ് കാണിക്കുന്നത്. അതിഭീകരമായ മാറ്റങ്ങൾ. ആഗോളതാപന കാരണം മഞ്ഞുമലകൾ മുഴുവൻ ഉരുകി പോവുകയാണ്. അത് കാരണം കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് മഞ്ഞുപാളികൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ബാക്ടീരിയകൾ മുഴുവനും കടലിലെ നദികളിലെ വെള്ളത്തിൽ പടർന്നു പിടിക്കുന്നു. അതോടെ മത്സ്യങ്ങൾ മുഴുവനും കൂട്ടത്തോടെ ചത്തു പൊങ്ങാൻ തുടങ്ങി. അമിതമായ ചൂട് കാരണം ചെടികളും മരങ്ങളും എല്ലാം നശിച്ചു. അത് കാരണം കഴിക്കാൻ ആഹാരമോ കുടിക്കാൻ വെള്ളമോ ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ നശിച്ച് നാറാണക്കൽ അടിഞ്ഞൊരവസ്ഥ. മനുഷ്യൻ ആഹാരം കിട്ടാതായാൽ പിന്നെ അവിടെ കലാപം ഉണ്ടാവില്ലേ? അതുപോലെ മൊത്തത്തിൽ തേഞ്ഞൊട്ടിയൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ കഥ നടക്കുന്നത്. ലോകം മുഴുവനും കഴിക്കാനും കുടിക്കാനും ഒന്നുമില്ലാതെ പെടാപ്പാട് പെടുന്ന ഈ ഒരു അവസ്ഥയില് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരേ ഒരു രാജ്യം തായ്ലൻഡ് ആയിരുന്നു. ഇനിയും ഒരു 10 വർഷത്തേക്കുള്ള ഫുഡ് കൂടി അവരുടെ കയ്യിലുണ്ടെന്നാണ് അവർ വാദിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഒരു ട്രക്കിനുള്ളിലേക്ക് കുറെ ആൾക്കാർ ചേർന്ന് എന്തൊക്കെയോ പെട്ടി അടുക്കി വെക്കുന്നതാണ്. പെട്ടിക്കുള്ളിൽ എന്താണെന്ന് വെച്ചാൽ നിറയെ മത്സ്യങ്ങളായിരുന്നു. മാത്രമല്ല ഈ ട്രക്ക് ഓട്ടിക്കുന്നവനാണ് നമ്മുടെ ഈ മൂവിയിലെ നായകൻ. അവന്റെ പേര് സിംഗ്. കൂടാതെ അവനൊരു ബോക്സറും കൂടിയായിരുന്നു കേട്ടോ. പക്ഷേ ഈ കാലഘട്ടത്തിൽ ബോക്സിംഗ് കൊണ്ട് ഒരു പ്രയോജനമില്ല. പട്ടിണി പരോട്ടമായിട്ട് കിടക്കുന്നിടത്ത് എന്ത് ബോക്സിംഗ്? പിന്നെ സിംഗിന് ഒരു ഗേൾ ഫ്രണ്ട് കൂടിയുണ്ട്. അവളാണ് നമ്മുടെ ഈ മൂവിയിലെ നായിക. അവളുടെ പേര് റിൻ. ആളൊരു ഡോക്ടറാണ്. അങ്ങനെ മീനുകളെല്ലാം കയറ്റി കഴിഞ്ഞതും സിംഗ് തന്റെ ട്രക്കുമായിട്ട് പുറപ്പെടുന്നു. അവന്റെ കൂടെ മറ്റൊരാളും കൂടിയുണ്ട്. ആ ട്രക്ക് പോകുന്ന വഴി തന്നെ കണ്ടോ, ചെടികളോ വൃക്ഷങ്ങളോ മൃഗങ്ങളോ അങ്ങനെ ഒന്നും തന്നെയില്ല. റോഡുകളായാലും ബിൽഡിംഗ്സുകളായാലും എല്ലാം നശിച്ചു കിടക്കുന്നു. ഈ റോഡിൽ കൂടെ ആഹാര സാധനമായിട്ട് പോകുന്നത് തന്നെ ഹൈ റിസ്ക് ആണ്. കാരണം പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ ആഹാരമില്ലാത്തതല്ലേ. അപ്പോ തീർച്ചയായിട്ടും കൊള്ള നടക്കും. വിചാരിച്ചതുപോലെ തന്നെ ഒരു സ്ഥലത്തേക്ക് എത്തിയതും കുറെ ആൾക്കാർ ചേർന്ന് ട്രക്ക് തടയുന്നു. ഒരു 6-7 എണ്ണം കാണും. അതിൽ തന്നെ ഒരു 2 പേര് ട്രക്കിന് മുന്നിലേക്ക് വന്നതും സിംഗ് ഒറ്റയടിക്ക് 2 എണ്ണത്തെ താഴെയിട്ട് കളഞ്ഞു. ആളൊരു ബോക്സർ ആണല്ലോ, അപ്പൊ പിന്നെ ഇടയാൻ ചെന്നാ പണി കിട്ടും. പക്ഷേ ലവന്മാര് ഇടയാൻ തന്നെ നിൽക്കുകയായിരുന്നു. മതിയല്ലോ. പിന്നീട് അങ്ങോട്ട് അവിടെ ഒരു 1.5 ഫൈറ്റ് ആയിരുന്നു. അവന്മാർക്കൊന്ന് നൂന്ന് നിൽക്കാൻ പോലും നമ്മുടെ സിംഗ് സമയം കൊടുത്തില്ലെന്നാണ്. അമ്മാതിരി അടിയായിരുന്നു. നെഞ്ചത്തിടി, മുതുകിനിടി, വയറ്റിനിടി, മുഖത്തിനിട്ടിടി, കൂമ്പിനിട്ടിടി, കാലേ വാരി അടി, അങ്ങനെ പലതരം അടികള്. ഒടുക്കം എല്ലാത്തിനെയും അടിച്ച് പഞ്ചറാക്കിയ ശേഷം അവൻ ട്രക്കുമായിട്ട് അവിടുന്ന് പോകുന്നു. നേരെ വരുന്നത് ഒരു ഫാക്ടറിയിലേക്കാണ്. അവിടെ വെച്ചാണ് ഈ കൊണ്ടുവന്ന മീൻ വൃത്തിയാക്കി പാക്ക് ചെയ്യുന്നതും. നേരത്തെ ഒരു അടിപിടി നടന്നില്ലേ, അതിനിടയ്ക്ക് ഏതോ ഒരുത്തൻ ട്രക്കിനുള്ളിൽ കയറി ഒരു പെട്ടി കുത്തിപ്പൊട്ടിക്കാൻ നോക്കിയിരുന്നു. അത് കാരണം ആ ഒരു പെട്ടിക്ക് മാത്രം ചെറിയൊരു ഡാമേജ് ഉണ്ട്. ഓണർ ആണെങ്കിൽ ഈ കാര്യം പറഞ്ഞ് ആ ഒരു പെട്ടിക്ക് മാത്രം പൈസയും കൊടുത്തില്ല. മാത്രമല്ല പെട്ടി ഡാമേജ് ആയതുകൊണ്ട് അത് അവർക്ക് തിരികെ കൊടുക്കുകയും ചെയ്തു. പരനാറി. പെട്ടി ഡാമേജ് ആയെന്ന് പറഞ്ഞ് എന്റെ ശമ്പളം അവൻ വെട്ടിക്കുറച്ചു. പരാതിയും പറഞ്ഞുകൊണ്ട് അയാൾ ആ കൊണ്ടുവന്ന പെട്ടി തുറന്നു നോക്കി. അതിനുള്ളിൽ എന്താണെന്ന് വെച്ചാൽ അതിൽ മീനായിരുന്നു. ഈ മീനിന് വേണ്ടിയാണോ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തത്? ഇതെങ്കിലും കിട്ടിയില്ലേ? 10 വർഷമായി ഞങ്ങൾ നല്ല ആഹാരം കഴിച്ചിട്ട്. എന്തായാലും നമുക്കിത് ഷെയർ ചെയ്യാം. അതും പറഞ്ഞ് അയാൾ ആ മീൻ കട്ട് ചെയ്ത് കുറച്ച് സിംഗിന് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ജീവൻ പണയം വെച്ചിട്ടല്ലേ ഈ ട്രക്ക് ഇവിടെ കൊണ്ടുവന്നത്. അതിന്റെ പാരിതോഷികം എന്നോണം അയാൾ സിംഗിന് കൊടുത്തത് ഒരു ബൈക്കായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നേരത്തെ കാണിച്ച ആ ഫാക്ടറിയുടെ ഓണറെയാണ്. നേരത്തെ കുറെ മീൻ കൊണ്ടുവന്ന് കൊടുത്തില്ലേ, അയാളുടെ സ്റ്റാഫുകള് അതൊക്കെ വെച്ച് അടിപൊളി ഡിഷൊക്കെ ഉണ്ടാക്കി അയാൾക്കും പിന്നെ അയാൾ മീറ്റിംഗിന് ക്ഷണിച്ച കുറെ VIPസിനും കൊണ്ടുവന്ന് വിളമ്പുന്നു. മാത്രമല്ല ഇയാൾക്കൊരു ബോസും കൂടി ഉണ്ട് കേട്ടോ. പേര് മിസ്റ്റർ വാസു. എന്തോ കാരണം കൊണ്ട് അയാൾക്ക് ഇന്ന് മീറ്റിംഗിന് വരാനും പറ്റിയില്ല. ഈ തായ്ലൻഡിലെ ജനങ്ങൾ മുഴുവനും ഭക്ഷ്യക്ഷാമം അതിജീവിച്ചത് വാസു സാറ് കാരണമാണെന്ന് അറിയാലോ. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. ഇനി വരാൻ പോകുന്ന മാറ്റമാണ് മാറ്റം. അതും പറഞ്ഞ് അയാള് പുതിയ മീനിന്റെ ഡിഷ് പരിചയപ്പെടുത്തുന്നു. നല്ല ഹൈ ക്വാളിറ്റി ഫിഷ് മീറ്റ് ആണ്. വാസു സാറ് നിങ്ങളെ എല്ലാവരെയും അദ്ദേഹത്തോടൊപ്പം പുതിയ ഈ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ തന്നെ ഭക്ഷ്യകേന്ദ്രമായിട്ട് നമ്മൾ മാറണം. അങ്ങനെ പുതിയ ബിസിനസ് ഡീലേക്ക് ഉറപ്പിച്ചതും VIPകളെല്ലാം പുതിയ ഡിഷ് ആസ്വദിച്ചങ്ങ് കഴിക്കുന്നു. എന്നാൽ അല്പനേരം കഴിഞ്ഞതും ഇങ്ങേർക്ക് മാത്രം എന്തോ ഒരു പ്രശ്നം. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രക്തഛർദ്ദിച്ചുകൊണ്ട് അയാൾ തറയിലേക്ക് പിടഞ്ഞു വീഴുന്നു. ഇതേ സമയം നമ്മുടെ സിംഗ് പുതിയ ബൈക്കുമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അവന്റെ കൂടെ തന്നെയായിരുന്നു റിങ്ങിന്റെയും താമസം. മാത്രമല്ല ജോലിക്കെന്ന് പറഞ്ഞു പോയിട്ട് കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കയറി വരുന്നതും. നീ ഇത്രയും ദിവസം എവിടെ ആയിരുന്നു? ഞാൻ പറഞ്ഞിരുന്നില്ലേ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. ഈ ജോലി വേണ്ടത് നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് ലാസ്റ്റാ, ഇനി ഞാൻ പോവില്ല. എല്ലാ തവണയും നീ ഇത് തന്നെയല്ലേ പറയുന്നത്? അതും പറഞ്ഞ് അവന്റെ മുഖത്തുണ്ടായ കുഞ്ഞു മുറിവിലേക്ക് അവൾ മരുന്ന് വെച്ച് കൊടുക്കുന്നു.
നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എനിക്കാരുണ്ട്? അതിനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? സോറി, ഇനി ഞാൻ പോവില്ല, ഉറപ്പ്. ആയിക്കോട്ടെ, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. അതും പറഞ്ഞ് അവള് ജോലിക്കായിട്ട് പോകുന്നു. ഹോസ്പിറ്റലിന്റെ വകയായിട്ടുള്ള ഒരു ട്രക്കിലായിട്ടാണ് അവൾ ഇന്ന് ജോലിക്ക് പോകുന്നത്. അതേ ട്രക്കിൽ തന്നെ മറ്റൊരു ലേഡിയും അവരുടെ മകനും ഉണ്ടായിരുന്നു. എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഇന്ന് സിംഗുമായിട്ട് വഴക്കുണ്ടാക്കിയോ? പുതിയതായിട്ടൊന്നുമില്ല, പഴയ കാര്യങ്ങൾ തന്നെ. നീ അവനുമായിട്ട് വഴക്ക് കൂടുന്നത് നിർത്ത്. അവനും അവന്റേതായ കാരണങ്ങൾ കാണില്ലേ? ആ ജോലിക്കിടയിൽ അവൻ എന്തെങ്കിലും പറ്റുമെന്ന് എന്റെ പേടി. പിന്നെ എനിക്കാരാ? റിന്നെ പേടിക്കണ്ട, ആരുമില്ലേലും റിന്നിന് ഞാനുണ്ടല്ലോ. ആ കുട്ടി അങ്ങനെ പറഞ്ഞതും അവൾക്ക് ശരി വരുന്നു. ബഡ്ഡി എന്നാണ് അവന്റെ പേര്. റിങ്ങുമായിട്ട് വലിയ കൂട്ടാണ്. അങ്ങനെ ഒരുപാട് താമസിക്കാതെ തന്നെ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. റിന്ന് തന്റെ ഡ്യൂട്ടി ചെയ്യുമ്പോഴും പേഷ്യൻസിനെ നോക്കുമ്പോഴുമെല്ലാം അവളുടെ വാല് പോലെ തന്നെ പിറകെ ബഡ്ഡിയും കാണും. അവന്റെ അമ്മ അവിടെ തന്നെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നതും. റിൻ തന്റെ പേഷ്യൻസിനെ എല്ലാം നോക്കിയ ശേഷം ഒരു അർജന്റ് സർജറിക്കായിട്ട് തയ്യാറെടുക്കുമ്പോഴാണ് അവളുടെ സീനിയർ ഡോക്ടർ അവളുടെ അടുത്തേക്ക് വരുന്നത്. നമുക്കിപ്പോ അർജന്റ് ആയിട്ട് 10th ഫ്ലോറിലേക്ക് പോകണം. പക്ഷേ ഡോക്ടർ, എനിക്കൊരു സർജറി ഉണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണിത്. എന്റെ കൂടെ വന്നേ പറ്റൂ. അയാൾ കട്ടായം പറഞ്ഞത് കാരണം വേറെ വഴിയില്ലാതെ അവൾ അയാളുടെ കൂടെ 10th ഫ്ലോറിലേക്ക് ചെല്ലുന്നു. VVIP പേഷ്യൻസിനുള്ള ഫ്ലോർ ആയിരുന്നു അത്. അവിടെയുള്ളൊരു റൂമിലായിട്ട് ഒരു ഹസ്ബൻഡ് വൈഫുണ്ട്. ഇങ്ങേരാണ് മിസ്റ്റർ വാസു. അയാളുടെ വൈഫാണെങ്കിൽ കുറെ നാളായിട്ട് തളർന്നു കിടക്കുകയാണ്. അങ്ങോട്ടേക്കാണ് റിന്നിനെയും കൂട്ടി ആ ഡോക്ടർ വന്നതും. എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടി ഞാൻ ഡോക്ടറെ വിളിച്ചത്. ഞാൻ തന്നെ പരീക്ഷണം ചെയ്ത് കണ്ടുപിടിച്ച ഒരു മീനുണ്ട്. അതിന്റെ ലിവർ എന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. അത് കഴിച്ചാൽ അവളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ മിസ്റ്റർ വാസു, ആ മീൻ കഴിച്ചാൽ നിങ്ങളുടെ വൈഫിന് നല്ലതാണോ അതോ ദോഷമാണോ വരുന്നതെന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. ഞാൻ ഉണ്ടാക്കുന്ന മത്സ്യമാണ് ഈ തായ്ലൻഡിലെ ജനങ്ങൾ മുഴുവനും കഴിക്കുന്നത്. എന്റെ വൈഫിന് ദോഷമായത് എന്തെങ്കിലും ഞാൻ കൊടുക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് എനിക്കിതൊന്ന് പരീക്ഷിച്ചേ പറ്റൂ, ഒറ്റത്തവണ മാത്രം പ്ലീസ്. ഇവിടെ ഇങ്ങനെ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ നേരത്തെ മീൻ കഴിച്ച് രക്തം ഛർദ്ദിച്ചു വീണ മാനേജറില്ലേ, അയാളെ സീരിയസ് ആയിട്ട് ഈ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നത്. ഡോക്ടേഴ്സ് വേഗം തന്നെ അയാൾക്ക് മയക്കാനുള്ള ഗ്യാസ് കൊടുക്കുന്നു. എന്നാൽ അങ്ങേരുടെ എക്സ്റേ റിപ്പോർട്ട് കണ്ടതും ഡോക്ടേഴ്സ് പോലും ഞെട്ടിപ്പോയി. കാരണം ശരീരത്തിന്റെ ഉള്ളിൽ മുഴുവനും എന്തോ പുഴു നിറഞ്ഞിരിക്കുന്നത് പോലായിരുന്നു കാണാൻ. അതും നോക്കി ഞെട്ടി നിൽക്കുമ്പോഴായിരുന്നു അയാൾ വീണ്ടും രക്തഛർദ്ദിക്കാൻ തുടങ്ങിയത്. ഇഞ്ചക്ഷൻ കൊടുത്തു നോക്കി, CPR കൊടുത്തു നോക്കി, എന്തൊക്കെ ചെയ്തിട്ടും അയാളെ നടക്കാൻ ആർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പിടഞ്ഞ് അയാൾ അവിടെ മരിക്കുകയാണ്. മരണപ്പെട്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ അയാളുടെ കണ്ണ് മുഴുവനും കറുത്ത തരത്തിലുള്ള എന്തോ ഒന്ന് വന്ന് മൂടുന്നുണ്ട്. ആ സമയത്ത് ഒരു നഴ്സ് മാത്രമായിരുന്നു അടുത്തുണ്ടായിരുന്നത്. എന്തോ ശബ്ദം കേട്ട് അവര് തിരിഞ്ഞു നോക്കിയതും ചത്തലങ്ങേര് സോംബിയായിട്ട് ചാടി എണീറ്റ് ആ നഴ്സിന്റെ കഴുത്ത് കടിച്ചങ്ങ് പറിച്ചു. ഇതേ സമയം ചർച്ചയെല്ലാം കഴിഞ്ഞിട്ട് റിന്നും ആ സീനിയർ ഡോക്ടറും കൂടി തിരികെ വരികയാണ്. അവരങ്ങനെ വരുമ്പോഴാണ് അവരുടെ മുന്നിലേക്ക് ആ കടികെട്ടിയ നഴ്സും തൊട്ടുപിറകെ സോംബിയായി മാറിയ ലങ്ങേര് ചാടി വീഴുന്നത്. അവിടിട്ട് തന്നെ ആ നഴ്സിനെ കടിച്ച് പറിച്ചങ്ങ് കൊല്ലുന്നു. ഈ ന്യൂസ് റേഡിയോ വഴി കാട്ടുതീ പോലെ എല്ലായിടത്തേക്കും പരക്കുന്നു. വീട്ടിലുണ്ടായിരുന്ന നമ്മുടെ സിംഗും ഇത് കേൾക്കുന്നുണ്ട്. എമർജൻസി സിറ്റുവേഷൻ ആണ്, ഹോസ്പിറ്റൽ ഏരിയയിലേക്ക് ആരും കടക്കാൻ പാടില്ല. എന്നാൽ ഈ ന്യൂസ് കേട്ടതും അവൻ അപ്പോൾ തന്നെ ബൈക്കും എടുത്ത് അങ്ങോട്ടേക്ക് പറപ്പിക്കുന്നു. റിൻ ആ ഹോസ്പിറ്റലല്ലേ വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇത്ര എമർജൻസി എന്ന് അറിയണമല്ലോ. എന്നാ ഹോസ്പിറ്റലിലേക്ക് എത്തിയതും ഒരൊറ്റ മനുഷ്യനെ പോലും അകത്തേക്ക് കടത്തിവിടുന്നില്ല. പേഷ്യൻസിന്റെ ബന്ധുക്കളെല്ലാം കൂടി പുറത്ത് കിടന്ന് പൂരബഹളം. എന്നാൽ പെട്ടെന്നാണ് ഹോസ്പിറ്റൽ ബിൽഡിംഗിന്റെ മുകളിൽ നിന്നും 2 പേര് താഴേക്ക് വീഴുന്നത്. ഒന്നൊരു പോലീസുകാരനും മറ്റേതൊരു നഴ്സും. ഇത്രയും ഉയരത്തിൽ നിന്ന് വീണിട്ടും ആ നഴ്സിന് ജീവൻ ഉണ്ടായിരുന്നു. അത് കണ്ട ഒരു പോലീസുകാരൻ ഓടി അവരുടെ അടുത്തേക്ക് ചെന്നതും അതൊരു സോംബി ആയിരുന്നു. പിന്നെ പറയണ്ടല്ലോ, അങ്ങേർക്കും കിട്ടിയ അസലൊരു കടി. കണ്ടെയ്നറിന്റെ ഉള്ളിലായിട്ട് വീണ ആ പോലീസുകാരനും സോംബിയായിട്ട് വരുന്നവരെ മുഴുവനും കടിച്ചു പറിക്കുകയാണ്. അപ്പോഴേക്കും ബാക്കി പോലീസുകാർ ഇടപെട്ടു. പുറത്തുണ്ടായിരുന്ന സോംബികളെ മുഴുവൻ വെടിവെച്ച് കൊന്നിട്ട് അവിടെ നിന്നിരുന്ന ജനങ്ങളെയും കൂടി വെടിവെക്കുകയാണ് അവർ. എന്തിനാണെന്ന് വെച്ചാൽ ഒരൊറ്റ എണ്ണം ഹോസ്പിറ്റലിൽ വിട്ട് പുറത്തിറങ്ങാൻ പാടില്ല. പോലീസുകാരെ പേടിച്ച് സകല ആൾക്കാരും തിരികെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് തന്നെ ഓടിക്കേറി. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിക്കും കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അയാൾ അവിടെയുള്ള എല്ലാവരെയും സമാധാനപ്പെടുത്താൻ നോക്കുമ്പോഴാണ് അകത്തുനിന്ന് കുറെ ആൾക്കാരെ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വരുന്നത് കാണുന്നത്. നോക്കിയപ്പോഴോ കണ്ടാൽ പേടി തോന്നുന്ന കൊല്ലത്തിൽ ഒരു സോംബി അവരുടെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. അവിടെ മാത്രമല്ല, ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ അവസ്ഥ ഇതിനേക്കാൾ മോശമായിരുന്നു. സോംബികളുടെ പൂണ്ട് വിളയാട്ടം. ഒരു സോംബിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ അതിനകം നിറച്ച് സോംബികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. കണ്ണിൽ കാണുന്ന മനുഷ്യന്മാരെ മുഴുവനും ഓട്ടിച്ചിട്ട് കടിച്ചു പറിക്കുവാണ്. ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കണ്ട് ആകെ പേടിച്ച് വിറച്ച് ഒരു റൂമിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ് റിങ്. അവളുടെ കൂടെ ആ സീനിയർ ഡോക്ടർ ഉണ്ടായിരുന്നു. അയാൾക്കും കടി കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ ഏരിയയിലുള്ള സോംബികളെല്ലാം പോയെന്ന് കണ്ടതും രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടെന്ന് നോക്കാനായിട്ട് അവൾ പതിയെ വാതിൽ തുറന്ന് ആ ഗ്യാപ്പിൽ കൂടി പുറത്തേക്ക് നോക്കുന്നു. ഭാഗ്യത്തിന് അവിടെ ആരുമില്ല. അവള് വേഗം തിരിഞ്ഞ ഡോക്ടറെ നോക്കിയതും അങ്ങേരെ അവിടെ കാണുന്നില്ല. എന്തോ ശബ്ദം കിട്ട അകത്തേക്ക് ചെന്ന് നോക്കിയതും അവിടെ നേരത്തെ മരിച്ചു കിടന്നിരുന്ന ഒരു മനുഷ്യനെ കടിച്ചു തിന്നുകയാണ്. എന്ന് വെച്ചാ അങ്ങേര് സോംബിയായി മാറി. റിന്നിനെ കണ്ടതും പിന്നെ അവളുടെ നേർക്കൊരു ചാട്ടം. ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന ട്രേ മുഴുവനും അറിഞ്ഞ ആ സോംബിയുടെ ദേഹത്തേക്ക് വീണത് കൊണ്ട് മാത്രമുള്ള രക്ഷപ്പെട്ടു. ആ റൂമിൽ നിന്നും അവള് പുറത്തേക്ക് ഓടി വരുമ്പോൾ കേൾക്കുന്നത് സിംഗിന്റെ ശബ്ദമായിരുന്നു. താഴത്തെ ഫ്ലോറിൽ ഉണ്ടായിരുന്ന ഒരു മൈക്കിൽ കൂടെ അവൾ അന്വേഷിക്കുകയായിരുന്നു അവൻ. എന്നാൽ തിരികെ മറുപടി കൊടുക്കാനായിട്ട് അവൾ ഓടി അതിനടുത്തേക്ക് വന്നതും കറണ്ട്
പോയത് ഒരുമിച്ചായിരുന്നു. അത് കാരണം രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാനും പറ്റിയില്ല. പക്ഷേ അവളെയും കൊണ്ടല്ലാതെ അവൻ പോവില്ല. റിന്നിനെ തിരക്കി പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ് അവന്റെ നേർക്ക് ഒരു സോംബി ഓടി വരുന്നത്. പക്ഷേ നമ്മുടെ ആള് ബോക്സർ അല്ലേ, സോംബിയുടെ കടിയൊന്നും അവനടുത്ത് നടക്കില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോൺ കേബിൾ എടുത്ത് അതിന്റെ വയറിൽ കുരുക്കിയിട്ട് മോന്ത നോക്കി ഒരു ഒറ്റ ഇടി. ചെന്ന് വീണതാണെങ്കിൽ ഒരു കസാരയുടെ ഒടിഞ്ഞ കാലിലേക്കും. ആ സോംബിയുടെ മാത്രം അവസ്ഥയായിരുന്നില്ല അത്. അവന്റെ മുന്നിൽ പെടുന്ന സകല സോംബികളും അടികൊണ്ട് പരിപ്പിളകി. അത്ര എണ്ണത്തെ അടിച്ചൊതുക്കിയ ശേഷം അവൻ റിന്നിനെ തിരക്കി മുകളിലത്തെ നിലയിലേക്ക് പോകുന്നു. തുടക്കത്തിൽ ഒരു പയ്യനെ കാണിച്ചില്ലേ ബഡ്ഡി, അവനെയും ആ സോംബികൾ കടിക്കാനിട്ട് ഒട്ടിക്കുകയാണ്. ഓടി വന്ന് വീഴുന്നതാണെങ്കിൽ ഏതോ ഒരു പേഷ്യന്റ് വാർഡിലേക്കായിരുന്നു. എന്നാൽ അതിനകത്തുണ്ടായിരുന്നു ഒരെണ്ണം. അതിന്റെ കയ്യിൽ പെടാതെ എങ്ങനെയൊക്കെ ഇഴഞ്ഞോടി ഒരു ബെഡിന്റെ അടിയിൽ കൂടി ഒരു മൂലയ്ക്ക് പോയി ഒളിക്കുന്നവൻ. എന്നാൽ ആ സോംബി ആണെങ്കിൽ ദേ ബെഡിന്റെ അടിയിൽ കൂടി എഴഞ്ഞു വരുന്നു. ചെക്കനാണെങ്കിൽ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ അവിടെ കിടന്ന് അലാറി കൂവാണ്. അതവനെ പിടിച്ചില്ല എന്ന് എത്തിയപ്പോഴാണ് നിലവിളി കേട്ട് സിംഗ് ഓടി വന്ന് ആ സോംബിയുടെ കാലെ പിടിച്ച് വാരി എറിയുന്നത്. അത്ഭുതത്തോടെ ബഡ്ഡി എത്തി നോക്കിയതും കാണുന്നത് സോംബികളുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന നമ്മുടെ സിംഗിനെയും. അതിന്റെ തലക്കടിക്ക് അവരുടെ ബ്രെയിൻ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. അവന് സോംബികളുടെ ആ ഒരു ടെക്നിക്ക് പിടികിട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും അത് കേട്ടത് സിംഗ് പിന്നെ എല്ലാത്തിന്റെയും തലക്കെട്ടിടിയാൻ തുടങ്ങി. അവന്റെ ആ അടി കണ്ടതും ബട്ടി ഫ്ലാറ്റ്. പക്ഷേ പെട്ടെന്നാണ് ഒരു സോംബി ഓടി വന്ന് അവന്റെ കാലിൽ കടിക്കുന്നത്. സിംഗ് വേഗം തന്നെ ആ സോംബിയുടെ തലക്കടിച്ച് കൊന്നെങ്കിലും ബഡ്ഡിയുടെ കാലിൽ കടി കിട്ടിയില്ലേ. നിങ്ങൾ ഓടി രക്ഷപ്പെടൂ സാർ, എന്റെ അമ്മയോട് എനിക്ക് അമ്മ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയണം. ചെക്കൻ അവിടെ കിടന്ന് നിലവിളി. പക്ഷേ പിന്നീടാണ് ഒരു കാര്യം മനസ്സിലായത്. തന്നെ വന്ന് കടിച്ച സോംബിക്ക് പല്ലില്ലായിരുന്നു. പല്ലില്ലെങ്കിൽ എങ്ങനെ കടികൊള്ളാനല്ലേ. എന്നാൽ അവനെ മൈൻഡ് ചെയ്യാതെ സിംഗ് നടക്കാൻ തുടങ്ങി. അതെ, എന്റെ അമ്മ 3rd ഫ്ലോറിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോവോ പ്ലീസ്? നിനക്ക് ഡോക്ടർ റിന്നിനെ അറിയാവോ? പിന്നെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാ. പക്ഷേ ആദ്യം എന്റെ അമ്മയെടുത്ത് കൊണ്ടുപോ, എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വേറെ വഴിയില്ലാതെ സിംഗിന് അവനെ കൊണ്ട് പോകേണ്ടി വന്നു. ഇതേ സമയം ഈ ബഹളങ്ങളെല്ലാം നടക്കുന്നതിന്റെ ഇടയിൽ ഒരു കൊച്ചു പെൺകുട്ടി തന്റെ അമ്മയും തിരക്കി ഹോസ്പിറ്റലിന് വെളിയിലേക്ക് നടക്കുന്നു. പുറത്തുണ്ടായിരുന്നവരെയും സോംബികളായി മാറിയ എല്ലാവരെയും പട്ടാളക്കാരെ വെടിവെച്ചു വന്നിട്ടുണ്ട്. അതിന്റെ ഇടയിലേക്കാണ് കുഞ്ഞിറങ്ങി ചെല്ലുന്നത്. ഈ കാഴ്ച കണ്ടതും ആ സെക്യൂരിറ്റിക്കാരനില്ലേ, അയാൾ വേഗം ഓടി വെളിയിലേക്ക് ചെന്നിട്ട് സാർ വെടിവെക്കല്ലേ എന്നങ്ങോട്ട് പറഞ്ഞതും അങ്ങേരെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുന്നു. ആ കുഞ്ഞിനെ പോലെ ഒരു വെറുതെ വിട്ടില്ലെന്നാണ് അതിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഇതേ സമയം തന്നെ ആ നാട്ടിലെ വലിയ വലിയ ഓഫീസേഴ്സ് എല്ലാം കൂടി ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. എന്ത് തരം വൈറസ് ആണെന്നോ അതിനെ എങ്ങനെയാണ് ക്യൂർ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥ. അതുകൊണ്ട് അവരെല്ലാവരും കൂടി ഒരു കടുത്ത തീരുമാനവും എടുത്തു. എന്താണെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റൽ മുഴുവനും ബോംബ് വെച്ച് തകർക്കുക. ഒരാള് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാനും പാടില്ല. മാത്രമല്ല മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവർ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. ഇനി വെറും 4 മണിക്കൂർ അതിനുള്ളിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് മുഴുവനും തകർന്ന് തരിപ്പണമാകും. ഇതേ സമയം റിംഗ് ആണെങ്കിൽ എവിടെ ഒളിക്കെന്ന് അറിയാതെ അവിടെ മുഴുവനും പരതി നടക്കുവാണ്. സോംബികളുടെ മുന്നിലാണ് ചെന്നുപെട്ടാ തീർന്നില്ലേ. അപ്പോഴാണ് അവിടുത്തെ CCTV റൂം അവളുടെ കണ്ണിൽപ്പെടുന്നത്. CCTV നോക്കിയാൽ ഏത് ഭാഗത്താണ് സേഫ് എന്ന് അറിയാൻ പറ്റില്ലേ. പക്ഷേ പണ്ടാരോടങ്ങാൻ അത് പൂട്ടിയേക്കുവാണ്. നോക്കിയപ്പോ താക്കോല് സേഫ് ആയിട്ട് സെക്യൂരിറ്റിയുടെ കയ്യിലുണ്ട്. അങ്ങേരാണെങ്കിൽ താൻ ഇപ്പോൾ സോംബിയായി മാറുമെന്ന് പറഞ്ഞുള്ള കിടപ്പും. പക്ഷേ ഈ താക്കോൽ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ കുതിപ്പിന് ചെന്ന് ആ താക്കോലും കൈക്കലാക്കി സെക്കൻഡുകൾ കൊണ്ട് കഥ തുറന്ന് അകത്ത് കയറി ലോക്ക് ചെയ്തു. ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. അവള് വേഗം ചെന്ന് CCTV മുഴുവൻ ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് ഈ ഹോസ്പിറ്റലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവൾക്ക് മനസ്സിലാവുന്നതും. 1-2 ഫ്ലോർ ഒഴികെ ബാക്കി മുഴുവനും സോംബികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതേ സമയം ഇവർ രണ്ടുപേരും കൂടി ബഡ്ഡിയുടെ അമ്മയെ തിരക്കി മുകളിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു സോംബി അവർ കാണുന്നത്. തലയ്ക്ക് എന്തോ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു പേഷ്യന്റ് ആയിരുന്നെന്ന് തോന്നുന്നു. ഇവരെ കണ്ടതും ആ സോംബി വെപ്രാളത്തോടെ ഇവരുടെ അടുത്തേക്ക് വരാൻ നിൽക്കുമ്പോഴാണ് വീൽ ചെയർ മറിഞ്ഞ് അത് നിലത്തേക്ക് വീഴുന്നത്. അത് കണ്ടതും ബഡ്ഡി പരിസരം മറന്നങ്ങ് ചിരിച്ചുപോയി. മതിയല്ലോ. ആ ചിരി ശബ്ദം കേട്ടതും ദേ വരുന്ന കൂട്ടത്തോടെ എല്ലാം കൂടി വരുന്നതിന് മുഴുവൻ നമ്മുടെ സിംഗ് അടിച്ചിടുന്നുണ്ടെങ്കിലും എത്രയെന്ന് വെച്ചാൽ അടിച്ചിരുന്നത്. രണ്ടുപേരും കൂടി ജീവനം കൊണ്ടോടി അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിൽ കയറി കഥ അടയ്ക്കുന്നു. ആ റൂമിൽ ഉണ്ടായിരുന്നത് ഒരു അച്ഛനും മകനുമായിരുന്നു. അവർ നോക്കുമ്പോൾ അയാൾ എന്തോ ഒരു ഇഞ്ചക്ഷൻ തന്റെ അച്ഛന്റെ കയ്യിലേക്കും പിന്നെ സ്വയം ദേഹത്തേക്കും കുത്തിവെക്കുകയാണ്. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നമ്മൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. സോംബികളുടെ ഭക്ഷണമാകുന്നതിൽ നല്ലത് ഇങ്ങനെ മരിക്കുന്നതല്ലേ. അപ്പോഴാണ് അയാൾ കുത്തിവെച്ചത് വിഷമാണെന്ന് മനസ്സിലായത്. പക്ഷേ ചെയ്യരുതെന്ന് പറയാനോ തടയാനോ അവർക്ക് പറ്റില്ലല്ലോ. അവസ്ഥ ഏതാണ്? ദാ വേഗം വാ, സമയമില്ല. വിൻഡോ വഴി പുറത്തേക്ക് ഇറങ്ങി മുകളിലേക്ക് പോകുന്ന കമ്പിയിൽ പിടിച്ചു നിന്ന് ബഡ്ഡിയെ വിളിക്കുകയാണ് സിംഗ്. ഏത് നിമിഷം വേണമെങ്കിലും ആ കതകം പൊളിച്ച് സോംബികൾ വരും. ബഡ്ഡിയെ വേഗം ഓടിച്ചെന്ന് കമ്പിയിൽ പിടിച്ച് മുകളിലേക്ക് കയറുന്നു. അപ്പോഴേക്കും കതകെല്ലാം പൊളിച്ച് സോംബികൾ അകത്തേക്ക് കയറി ബെഡിലായി മരിച്ചു കിടക്കുന്ന അച്ഛനെയും മകനെയും കടിച്ചു കയറാൻ തുടങ്ങി. ഇവരെ കണ്ട് അവരുടെ അടുത്തേക്ക് പാഞ്ഞു വന്നെങ്കിലും അപ്പോഴേക്കും രണ്ടുപേരും മുകളിലേക്ക് കയറാൻ തുടങ്ങിയിരുന്നു. കയറി ഒരു ഫ്ലോറിന്റെ അടുത്തേക്ക് എത്തിയതും ഈ കുട്ടികളുടെ ക്യാൻസർ വാർഡില് അവരെ ചിരിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബൊമ്മയുടെ രൂപത്തിലൊക്കെ വരുന്ന ചില ആൾക്കാർ കാണില്ലേ. ബഡ്ഡിയെ കണ്ടതും അതുപോലെ മുഖം മൂടിയിട്ടൊരു സോംബി ഗ്ലാസ് വരെ അടിച്ചു പിടിച്ച് അവന്റെ അടുത്തേക്ക് ചാടുവാണ്. അതവന്റെ കാലിലെ പിടിച്ചു വലിച്ച് ഇപ്പോൾ നിലത്തോട് നിറഞ്ഞ അവസ്ഥയിലാണ്. അപ്പോഴാണ് സിംഗ് ഒരു കമ്പി എടുത്ത് അതിന്റെ തല നോക്കി ഒരു ഒറ്റയേറ് ശേഷം അവനെ പിടിച്ചു വലിച്ച് ഒരു വിധത്തിൽ മുകളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ
ഇപ്പൊ രണ്ടുപേരും മുകളിലെ അവന്റെ അമ്മയുടെ വാർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. കുട്ടികളുടെ വാർഡായിരുന്നു അത്. അവിടെയും സോംബികളായി മാറിയ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. തന്റെ അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നുള്ള പേടിയോടെയാണ് ബഡ്ഡി ഓടിച്ചെല്ലുന്നത്. ഭാഗ്യത്തിന് അവന്റെ അമ്മയ്ക്കൊന്നും പറ്റിയില്ല. പരസ്പരം കണ്ടതും രണ്ടുപേർക്കും അത്രയും സന്തോഷമായി. പക്ഷേ സിംഗ് ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവന്റെ അമ്മയ്ക്ക് മുതുകത്ത് കടി കിട്ടിയിട്ടുണ്ട്. അവരും എപ്പോൾ വേണമെങ്കിലും സോംബിയായി മാറാം. അതറിഞ്ഞതുകൊണ്ടായിരിക്കും തന്റെ മകനെ അവർ സിംഗിനെ ഏൽപ്പിക്കുന്നു. ഇവനെ നോക്കിക്കോണേ. പിന്നെ റിൻ 10th ഫ്ലോറിലാണ്. നിങ്ങൾക്ക് എങ്ങനെ എന്നെ അറിയാം? എല്ലാ ദിവസവും റിൻ നിന്നെ പറ്റി എന്നോട് പറയാറുണ്ട്. പക്ഷേ ബഡ്ഡി അവന്റെ അമ്മയെ വിട്ട് പോവാൻ തയ്യാറായില്ല. മോൻ പോവണം, അമ്മയ്ക്ക് ഇവിടെയുള്ള വാവകളേക്ക് നോക്കണ്ടേ. അവർ എന്തൊക്കെ പറഞ്ഞിട്ടും ബഡ്ഡി തന്റെ അമ്മയെ വിട്ട് പോവാൻ തയ്യാറാവുന്നില്ല. സിംഗ് അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ നോക്കിയെങ്കിലും കുതിരി മാറിയിട്ട് തന്റെ അമ്മയടുത്തേക്ക് തന്നെ തിരികെ ഓടി പോവുകയാണ്. കരഞ്ഞ് നിലവിളിച്ച് ബഹളം വെച്ചെങ്കിലും സിംഗ് അവനെ തൂക്കിയെടുത്തോണ്ട് പോകുന്നു. രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയതും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവര് സോംബിയായി മാറി. സ്വന്തം അമ്മയെ ഇങ്ങനൊരു അവസ്ഥയിൽ കണ്ടാൽ ഏതെങ്കിലും മക്കൾക്ക് സഹിക്കുമോ? പക്ഷേ അവിടെ നിൽക്കാൻ സമയമില്ല. സിംഗ് വേഗം തന്നെ അവനെ പിടിച്ച് തോളിൽ കയറ്റുന്നു. അടുത്തേക്ക് വരുന്ന സോംബികളെ മുഴുവനും ചവിട്ടി തെറിപ്പിച്ച് മീടിച്ചിട്ടും ബഡ്ഡിയുമായി അവനൊരു കഥക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടുന്നു. ഇതേ സമയം റിന്ന് CCTV റൂമിലെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയല്ലേ. അപ്പോഴാണ് ഒന്നും കൂടി CCTV ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത്. നേരത്തെ അവൾ കാണാൻ പോയ മിസ്റ്റർ വസുവില്ലേ, അയാളുടെ ആ റൂം ക്ലീൻ ആണ്. അകത്ത് ഒരു പ്രശ്നങ്ങൾ കാണുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. അവൾ എങ്ങനെയൊക്കെയോ സോംബികളുടെ കണ്ണിൽ പെടാതെ ഓരോ വിധത്തിൽ അയാളുടെ ഫ്ലോറിലെത്തി കഥക് തട്ടുന്നു. അയാൾക്ക് അല്പം മനുഷ്യപ്പറ്റുണ്ടായതുകൊണ്ടായിരിക്കാം വേഗം തന്നെ കഥക് തുറന്നു കൊടുത്തു. നിനക്ക് കടി വല്ലതും കിട്ടിയോ? ഇല്ല, ഞാൻ ഓക്കെയാണ്. ശരി, കുറച്ചു നേരം റിലാക്സ് ചെയ്യ്. ഇവിടെ ഡോക്ടർ സേഫ് ആണ്. പക്ഷെ ഈ അവസ്ഥയിൽ എങ്ങനെ റിലാക്സ് ആവാനാണല്ലേ? പേടിക്കണ്ട, നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും വരാതിരിക്കില്ല. അയാൾ അങ്ങനെ പറഞ്ഞതും അവൾക്ക് ചെറിയൊരു പ്രതീക്ഷ തോന്നി. ഇതേ സമയം തന്നെ മേലധികാരികളെല്ലാം കൂടി വസുവിനെയും അയാളുടെ വൈഫിനെയും എങ്ങനെ അവിടുന്ന് രക്ഷിക്കാമെന്നുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ്. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയ വ്യക്തിയാണ് മിസ്റ്റർ വസു. അയാളില്ലെങ്കിൽ തായ്ലാന്റിലെ ജനങ്ങൾ മുഴുവൻ പട്ടിണിയിലാകും. അത് കാരണം അയാളെയും വൈഫിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു സ്ക്വാഡിനെ തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഒരു ആപത്ത് ഘട്ടം വന്നപ്പോൾ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും പട്ടിണി മാറ്റിയവനാണ് ഞാൻ. പക്ഷെ ഇപ്പോ എന്റെ ഭാര്യയെ രക്ഷിക്കാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. തന്റെ ഭാര്യയുടെ ഈ അവസ്ഥയിൽ അത്രയും വേദനയോടെയാണ് അയാളത് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. 5 വർഷമായിട്ട് ഈ ഒരു അവസ്ഥയിലായിരുന്നിട്ട് കൂടി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ തന്നെ നിന്നില്ലേ? അവർക്കും അത് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷേ ഡോക്ടർ, എനിക്കൊരു സഹായം ചെയ്യുമോ? എന്റെ വൈഫിന്റെ ബ്ലഡ് തീരാറായി. പറ്റുമെങ്കിൽ അവൾക്ക് വേണ്ടി കുറച്ച് ബ്ലഡ് സംഘടിപ്പിക്കാമോ? ഒരു റിക്വസ്റ്റ് എന്ന പോലെയാണ് അയാൾ അത് അവളോട് പറഞ്ഞത്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ പുറത്തേക്ക് പോകാനാ? പക്ഷേ അയാളുടെ അപേക്ഷ കേട്ടില്ലെന്ന് നടിക്കാനും പറ്റുന്നില്ല. ഒന്നുമില്ലേലും താനൊരു ഡോക്ടർ കൂടിയല്ലേ, അതുകൊണ്ട് തന്നെ അവൾ അതിന് സമ്മതിക്കുന്നു. അപ്പോഴേക്കും വസുവിനെ വൈഫിനെ രക്ഷിക്കാനുള്ള റെസ്ക്യൂ ടീം ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട്. റൂഫ് ടോപ്പ് വഴി മുഴുവൻ ടീം ഉള്ളിലേക്ക് കടക്കുന്നു. ശേഷം ഓരോ ഫ്ലോറിലായിട്ട് കയറി ഇറങ്ങി വസുവിനെയും വൈഫിനെ അന്വേഷിക്കാൻ തുടങ്ങി. കയ്യിൽ തോക്കുണ്ടായതുകൊണ്ട് വരുന്ന സോംബീസിനെ മുഴുവനും തലയ്ക്ക് വെടിവെച്ചിടുന്നുണ്ട്. അതേസമയം വസുവിന്റെ റിക്വസ്റ്റ് പ്രകാരം ബ്ലഡ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് റിന്ന്. സോംബികളുടെ കണ്ണിൽ പെടാതെ എങ്ങനെയൊക്കെയോ ബ്ലഡ് ബാങ്കിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നിൽ നിറയെ സോംബികള്. ഇതിന്റെയൊക്കെ കണ്ണുവെട്ടിച്ച് എങ്ങനെ അകത്ത് കയറാനാ? അതേസമയം തന്നെയാണ് സെയിം ഫ്ലോറിലേക്ക് നമ്മുടെ സിംഗും ബഡ്ഡിയും വരുന്നത്. എവിടെ നോക്കിയാലും സോംബികള്. ശബ്ദമുണ്ടാക്കാതെ അവിടുന്ന് എസ്കേപ്പ് ആകാൻ നോക്കുമ്പോഴാണ് തറയിൽ കിടക്കുന്ന ഒരു ചെയിൻ അവൻ കാണുന്നത്. കണ്ടപ്പോഴേ അത് റിന്നിന്റെ ആണെന്ന് അവന് മനസ്സിലായി. അവൻ ആകെ പേടിയോടെ അവിടെ മുഴുവനും നോക്കുമ്പോഴാണ് സോംബികളുടെ കണ്ണ് വെട്ടിച്ച് ബ്ലഡ് ബാങ്കിനുള്ളിലേക്ക് കയറി വിടുന്ന റിന്നിനെ അവൻ കാണുന്നത്. അവളെയും അവളുടെ പിറകെ പായുന്ന സോംബികളെയും കണ്ടതും സിംഗ് സോംബികളെ നോക്കി ഒരു അലറക്കമായിരുന്നു. അങ്ങനെ ഇപ്പോ അവൻ തന്റെ പെണ്ണിനെ വിട്ടുകൊടുക്കൂ. ശബ്ദം കേട്ട് സോംബികൾ മുഴുവനും അവളെ വിട്ട് ഇവന്റെ നേർക്ക് പാഞ്ഞു വരുന്നു. വരുന്നതിന് മുഴുവനും അടിച്ചിടുമ്പോഴാണ് സിംഗ് ആ കാഴ്ച കാണുന്നത്. റിന്ന് ബ്ലഡ് ബാങ്കിനുള്ളിലേക്ക് കയറിയില്ലേ, അതിനകത്ത് ഒരു യമണ്ടൻ സോംബി ഉണ്ടായിരുന്നു. അത് അവളെ കടിക്കാൻ വേണ്ടി അതിനകത്ത് മുഴുവനിട്ട് ഓടിക്കുകയാണ്. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പുറത്തു നിൽക്കുന്ന സിംഗിനെ അവള് കാണുന്നുണ്ട്. പക്ഷേ അവൻ അകത്ത് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തില് ആ സോംബി അവളെ പിടിച്ചില്ല എന്ന് വന്നതും നമ്മുടെ ബഡ്ഡി കൂടി വന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് ആ സോംബിയുടെ മുഖത്തേക്ക് തന്നെ അടിക്കുന്നു. പുകമറ കാരണം സോംബിക്കൊന്നും കാണാനും വയ്യ. ഈ ഗ്യാപ്പിൽ അകത്ത് കടന്ന സിംഗ് ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് പുറകിൽ കൂടി വന്ന് സോംബിയുടെ തല കിട്ടൊരു ഒറ്റയടി. ശേഷം അത് വെച്ച് തന്നെ അതിന്റെ തല അടിച്ച് ചമ്മന്തി പരുവാക്കുന്നു. എന്തായാലും ഇപ്പോ 3 പേര് സേഫ് ആണ്. ഇതേ സമയം ഇവിടെ ആ റെസ്ക്യൂ ടീം വസുവിന്റെയും വൈഫിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവരെ റെസ്ക്യൂ ചെയ്തുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. എതിരെ വരുന്ന സോംബികളുടെ എല്ലാം തല കിട്ടി തന്നെ പൊട്ടിക്കുന്നുണ്ട്. എന്നാൽ പോകുന്ന വഴിക്ക് റിന്നിനെ കൂടെ കൂട്ടണമെന്ന് മിസ്റ്റർ വാസു പറയുന്നു. കാരണം അയാൾ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് കൊണ്ടുവന്നാൽ അവളെയും കൂടെ കൊണ്ടുപോകാമെന്ന്. കൂടെ വന്ന കമാൻഡർക്ക് വാസുവിന്റെ ആ ഓർഡർ ഒട്ടും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. പക്ഷേ അയാൾ പറയുന്നത് അനുസരിച്ചല്ലേ പറ്റൂ. അതേസമയം റിന്നും സിംഗ് നിൽക്കുന്ന ഫ്ലോറിലെ സോംബികൾ മുഴുവൻ ക്ലിയർ ആയിട്ടുണ്ട്. ആവശ്യമുള്ള ബ്ലഡും എടുത്തുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയതും എതിരെ വന്ന റെസ്ക്യൂ ടീം നമ്മുടെ സിംഗിനെ വെടിവെച്ചിടുന്നു. ശേഷം റിന്നിനെ വലിച്ചുകൊണ്ട് പോകാൻ നോക്കുകയാണ്. സിംഗിനെ വിട്ട് പോകാൻ കൂട്ടാക്കാത്ത അവളെ വലിച്ചെഴിച്ചുകൊണ്ടാണ് പോകുന്നത്. ബഡ്ഡി ഓടി വന്ന് അവനെ വലിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കുന്നു. എന്തോ ഭാഗ്യത്തിന് ഷോൾഡറിലായിട്ടായിരുന്നു വെടികൊണ്ടത്. അതുകൊണ്ട് തന്നെ വേദന കടിച്ചു പിടിച്ചവൻ എഴുന്നേൽക്കുന്നു. പിന്നീട് അങ്ങോട്ടൊരു വെടിക്കെട്ട് ഫൈറ്റ് ആയിരുന്നു. ഒരു സൈഡിൽ കൂടെ സോംബികളും മറ്റേ സൈഡിൽ കൂടെ പോലീസുകാരും.
വരും. ഈ സോംബികൾ ഒരു സൈഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പോലീസുകാർക്ക് നമ്മുടെ സിംഗിനെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. പക്ഷേ അവരുടെ കമാൻഡർ ഉണ്ടല്ലോ, അങ്ങേര് വല്ലാത്തൊരു സാധനമായിരുന്നു. രണ്ടുപേരും തുല്യ ശക്തികള്. നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ ഇതൊരു പോളി ഫൈറ്റ് ആണ്. പക്ഷെ എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് അധികം ചേർക്കാൻ പറ്റില്ലല്ലോ. പരസ്പരം തോറ്റു കൊടുക്കാൻ മനസ്സിലാതെ വാശി കയറി അടി. ഒരു ഘട്ടത്തില് രണ്ടുപേരും ഒരേ കണക്ക് അടികിട്ടി തറയിലേക്ക് മയങ്ങി വീഴുന്നു. പാതിബോധത്തില് കണ്ണു തുറന്ന് അവൻ കാണുന്നത് തറയിൽ വീണ് കിടക്കുന്ന കമാൻഡറെ ഒരു സോംബി കടിക്കുന്നതാണ്. അതുപോലെ തന്നെ അവനെ ആരോ കാലിൽ പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നു. വേറെ ആരുമല്ല, അത് റിന്നായിരുന്നു. റിന്നും ബഡ്ഡിയും കൂടി അവനെ വലിച്ചഴിച്ച് ഒരു റൂമിൽ കൊണ്ടുവന്ന് അവനുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണ്. അങ്ങനെ അവൾ അവന്റെ മുറിവ് മുഴുവൻ വെച്ച് കെട്ടിയിട്ടുണ്ട്. നേരത്തെ തറയിൽ കിടന്ന് അവളുടെ ചെയിൻ അവന് കിട്ടിയില്ലേ, അതിലെ റിങ്ങൂരി അവൻ അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇവിടുന്ന് പുറത്തിറങ്ങിയാലുടൻ നമുക്ക് നീ പറഞ്ഞ സ്ഥലത്തേക്ക് താമസം മാറ്റാം. ഇനി ഞാൻ ഒരിക്കലും ആ ജോലിക്ക് പോവില്ല. കുറെ നാളുകൊണ്ട് റിൻ അവന്റെ പുറകെ നടന്ന് പറയുന്ന കാര്യമല്ലേ. ഇത്തവണ അവൾക്ക് വേണ്ടി അവൻ തന്നെ ആ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ബഡ്ഡി ചെന്ന് ആ റൂമിന്റെ വാതില് പതിയെ ഒന്ന് തുറന്നു നോക്കുന്നു. അപ്പോ ദേണ്ടേ നേരത്തെ കടികിട്ടിയ കമാൻഡർ ഇല്ലേ, അയാള് അവിടെ ചത്തുകിടക്കുന്ന മനുഷ്യന്മാരെ മുഴുവൻ കടിച്ചു പറിച്ചു തിന്നുകയാണ്. പെട്ടെന്ന് അവരുണ്ടായിരുന്ന റൂമിന്റെ ഡോറ് മലർക്ക തുറക്കുന്ന ശബ്ദം കേട്ടതും ഈ സോംബി പാഞ്ഞുള്ളിലേക്ക് കയറി ചെല്ലുന്നു. പക്ഷേ അതാ സോംബിക്ക് വേണ്ടിയുള്ള ഒരു ട്രാപ്പായിരുന്നു കേട്ടോ. അതിന്റെ കണ്ണിൽപ്പെടാതെ മറിഞ്ഞിരുന്ന് അവരെ എന്തൊക്കെയോ ആസിഡുകൾ വാരി സോംബിയുടെ ദേഹത്തേക്ക് എറിയുന്നു. ശേഷം അത് അടുത്തേക്ക് എത്തിയതും ഒരു ഫ്ലെയർ പൊട്ടിച്ച് അതിന്റെ ദേഹത്തേക്ക് ഒരു ഒറ്റയേറ്. അപ്പൊ തന്നെ സോംബി അവിടെ നിന്ന് കത്തി. കൂടെ ആ ലാബ് മുഴുവൻ എരിഞ്ഞു കത്താൻ തുടങ്ങി. എന്നാൽ തീ പിടിച്ചതും ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സകല ഫയർ അലാറുകൾ ഓണായിട്ട് വെള്ളം വീഴാൻ തുടങ്ങി. പക്ഷേ അത് കാരണം ഒരു വലിയ പണി തന്നെയായിരുന്നു കിട്ടിയത്. മീന്റെ ശരീരത്തിലുണ്ടായിരുന്ന വൈറസ് അല്ലേ ഇവരുടെയൊക്കെ ദേഹത്തേക്ക് പടർന്നത്. വെള്ളം വന്ന സോംബികളുടെ ദേഹത്തേക്ക് വീണതും അവരുടെ വായും അതുപോലെ രൂപം മാറ്റം വരുന്നു. കൂടാതെ ശരീരത്തിനും മീനിന്റേതുപോലെ പല മാറ്റങ്ങളും വരികയാണ്. കണ്ടാൽ തന്നെ ശരിക്കും പേടി തോന്നുന്ന കൊടൂര രൂപം. ഇത് കണ്ടതും 3 പേരും കൂടി ജീവനും കൊണ്ട് ഓടുന്നു. അങ്ങനെ ഓടിപ്പോകുന്ന വഴിക്കാണ് അവര് മിസ്റ്റർ വാസുവിനെയും അയാളുടെ വൈഫിനെയും കാണുന്നത്. മാത്രമല്ല കടി കെട്ടിയത് കാരണം ഇപ്പോൾ അയാളുടെ വൈഫ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ഇവളെ വിട്ട് എങ്ങോട്ടുമില്ല. അയാളത് പറഞ്ഞതേ സോംബി ആയിട്ട് മാറി അയാളുടെ വൈഫ് ചാടി എഴുന്നേറ്റ് അങ്ങരുടെ കഴുത്തിനിട്ടൊരു ഒറ്റക്കടി. പക്ഷേ അവരെ തള്ളി മാറ്റാനോ ഓടി രക്ഷപ്പെടാനോ ഒന്നും അയാൾ തയ്യാറായില്ല. തന്റെ ഭാര്യയല്ലേ, അയാളുടെ ജീവനാണ്. മരിക്കുന്നത് അവളുടെ കൈ കൊണ്ടാണെങ്കിൽ അത്രയും സന്തോഷം. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മറ്റു സോംബികളും കൂടി ഓടി വന്ന് അയാളെ കടിച്ചു കീറാൻ തുടങ്ങി. ഈ സമയം കൊണ്ട് ഇവരെ 3 പേരും കൂടി ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഓടുകയാണ്. റിന്നിനെ വൈഫിനെ റെസ്ക്യൂ ചെയ്യാൻ വന്ന ഹെലികോപ്റ്റർ മുകളിലുണ്ടെന്ന് അവർക്കറിയാം. അതിൽ കയറി രക്ഷപ്പെടാനാണ് മുകളിലേക്ക് ഓടുന്നതും. പക്ഷേ രൂപമാറ്റം വന്ന ആ ഭീകരമായ സോംബികൾ മുഴുവൻ ഇവരുടെ പുറകെയുണ്ട്. ഒരുമിച്ച് പോയാൽ രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് മനസ്സിലായതും സിംഗ് സോംബികളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് വേറൊരു ഭാഗത്തേക്ക് കയറി ഓടുന്നു. അതോടെ സോംബികൾ മുഴുവൻ അവന്റെ പിറകെയായി. നിങ്ങൾ വേഗം പോകാൻ നോക്ക്, ഞാൻ പിറകെ തന്നെ വരാം. ഓടുന്ന വഴിക്ക് അവൻ വിളിച്ചു പറയുന്നത് കേട്ടതും പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ ബഡ്ഡിയുമായിട്ട് അവൾ മുകളിലേക്ക് ഓടുന്നു. മുകളിലേക്ക് എത്തിയതും വിചാരിച്ചതുപോലെ തന്നെ ഹെലികോപ്റ്റർ അവിടെ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് കടി കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ഓക്കെയാണ് അവര് പറഞ്ഞെങ്കിലും ആ പോലീസുകാരൻ അവർ ഒന്നുകൂടി പരിശോധിക്കുന്നു. മിസ്റ്റർ വസുവിന്റെ റെസ്ക്യൂ ടീമിനെ നിങ്ങൾ കണ്ടിരുന്നോ? എന്നാൽ അവളുടെ ആ മൗനത്തിൽ നിന്ന് തന്നെ ടീമിന് എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായി. ശരി, വേഗം വരാൻ നോക്ക്, നമുക്ക് പോണം. ഇല്ല, ഒരാളും കൂടി വരാനുണ്ട്, പ്ലീസ് ഒന്ന് വെയിറ്റ് ചെയ്യുവോ, അവൻ ഇപ്പൊ വരും. അവളും ബഡ്ഡിയും കൂടി അയാളുടെ കാല് പിടിച്ച് കരഞ്ഞതും കുറച്ചു സമയം വെയിറ്റ് ചെയ്യാമെന്ന് അയാൾ തീരുമാനിക്കുന്നു. ശരി, 5 മിനിറ്റ്, അതുവരെ നിങ്ങൾ ചോപ്പറിൽ വെയിറ്റ് ചെയ്യും. അങ്ങനെ സിംഗിനെയും കത്ത് 2 പേരും കൂടി ചോപ്പറിനുള്ളിൽ കയറി വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ നമ്മുടെ സിംഗ് ആണെങ്കിൽ ഇവിടെ സോംബികളുമായിട്ട് ജീവൻ മരണ പോരാട്ടത്തിലാണ്. ഒരു കാറിന്റെ ഉള്ളിലായിരുന്നു അവൻ. സോംബികൾ മുഴുവനും കാറിന് ചുറ്റും പൊതിഞ്ഞു കിടപ്പുണ്ട്. എങ്ങനെ രക്ഷപ്പെടാനാ? എന്നാൽ പെട്ടെന്നാണ് ആ കാർ പൊട്ടിത്തെറിക്കുന്നത്. എങ്ങനെ പൊട്ടിയെന്നോ എന്ത് സംഭവിച്ചെന്നോ ഒരു ഐഡിയ ഇല്ല. ചിലപ്പോ സോംബികളായി മാറിയ പോലീസുകാരുടെ കയ്യിലുണ്ടായിരുന്ന വല്ല ഗ്രനേഡ് പൊട്ടിയതായിരിക്കും. എന്തായാലും ഗ്രനേഡ് പൊട്ടി സോംബികൾ മുഴുവൻ ചത്തിട്ടും നമ്മുടെ ഹീറോയ്ക്ക് നോ പ്രോബ്ലം. അത് പിന്നെ ഹീറോ ആയി പോയില്ലേ. പക്ഷേ അവനൊന്ന് നിവർന്നു നിൽക്കാൻ പോലുള്ള സമയം കിട്ടിയില്ല. പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സകല സോംബികളും ഇങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. ബോംബ് പൊട്ടാനാണെങ്കിൽ ഇനി വെറും 3 മിനിറ്റും. ഇനിയും നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി അവൻ വേഗം തന്നെ റൂഫ് ടോപ്പിലേക്ക് ഓടുന്നു. അപ്പോഴേക്കും ഹെലികോപ്റ്ററിന്റെ ഡോർ ക്ലോസ് ചെയ്ത് അവിടുന്ന് പോകാനുള്ള പുറപ്പാടിലാണ്. റിന്നും ബഡ്ഡിയും കണ്ടിരുന്നു പുറത്തേക്ക് വന്ന സീനിനെ. അവര് നിലവിളിച്ച് ബഹളം വെച്ചെങ്കിലും ആ സോൾജേഴ്സ് അതൊന്നും കേട്ടില്ല. കാരണം ബോംബ് പൊട്ടാൻ ഇനി നിമിഷങ്ങൾ മാത്രം. അതിനുള്ളില് ഇവിടുന്ന് പോയേ പറ്റൂ. തന്നെ കൊണ്ടും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് സിംഗിന് മനസ്സിലായി. കാരണം തന്നെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി വന്നാൽ ഹെലികോപ്റ്റർ അടക്കം കത്തിച്ചാമ്പലായി പോകും. അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ട് ഓടാനോ ബഹളം വെക്കാനോ ഒന്നും അവൻ ശ്രമിച്ചില്ല. അവസാനമായി റിന്നിനെ നോക്കി അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അവൻ എന്താണ് തീരുമാനിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. നിലവിളിക്കാനല്ലാതെ അവളെ കൊണ്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴേക്കും കതകം പൊളിച്ചുകൊണ്ട് സോംബീസ് മുഴുവൻ റൂഫ് ടോപ്പിലേക്ക് വരുന്നു. ചാവുന്നതിന് മുന്നേ 10 എണ്ണത്തെയെങ്കിലും കൊന്നിട്ടേ താൻ ചാവൂന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുന്നതിന് മുഴുവനും അടിച്ച് ചമ്മന്തിയാക്കുന്നു. അപ്പോഴേക്കും സമയവും തീർന്നിരുന്നു.
അടുത്ത നിമിഷം ബിൽഡിംഗ് മുഴുവനും തകർന്ന് തരിപ്പണമാവുകയാണ്. സോംബികളും സിംഗും എല്ലാം അതിനോടൊപ്പം നിലം പതിക്കുന്നു. ഈ കാഴ്ച കാണുന്ന റിനിന്റെ അവസ്ഥ എന്തായിരിക്കും? കരയാനല്ലാതെ തങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റില്ല. പിന്നീട് കാണിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. റിന്നും സിംഗും ഒരുമിച്ച് കണ്ട ഒരു സ്വപ്നമുണ്ട്. ആ നാട്ടിൽ നിന്നും മാറി സമാധാനത്തോടെയും സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം. ഇപ്പോ അങ്ങനെ ഒരു സ്ഥലത്താണ് റിന്ന് ജീവിക്കുന്നതെങ്കിലും സിംഗ് ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് ഒട്ടും സന്തോഷം ഉണ്ടായിരുന്നില്ല. അവനില്ലാതെ അവൾ എങ്ങനെ സന്തോഷിക്കാനാണ്? ആകെയുള്ളൊരു സമാധാനം അവൾക്ക് കൂട്ടിന് ബഡ്ഡിയുണ്ട് എന്നതായിരുന്നു. അങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന റിന്നിനെ ബഡ്ഡിയും കാണിച്ചുകൊണ്ട് ഈ മൂവിയുടെ അവസാനിക്കുകയാണെന്ന് നമ്മൾ കരുതും. പക്ഷേ ക്ലൈമാക്സിലായിട്ട് ഒരു ട്വിസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിംഗ് മരിച്ചിട്ടില്ല. അത്രയും ബിൽഡിംഗ് ഇടിഞ്ഞ് മണ്ടയിൽ വീണിട്ടും പയറ് പോലെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇനിയിപ്പോ നമ്മുടെ എക്സ്മാന്റെ വല്ല ജീനും കൊണ്ടാണോ എന്തോ അവനെ നിർമ്മിച്ചത്. എന്തായാലും പയറുമണി പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന നമ്മുടെ സിംഗിനെയും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.